പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലം തുറമുഖത്ത് വെസൽ അടുപ്പിച്ചു. ഹോങ്കോങ്ങിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയ വെസലാണ് കൊല്ലം പോർട്ടിൽ നങ്കൂരമിട്ടത്. സെന്റ് കിറ്റ്സിൽ രജിസ്റ്റർ ചെയ്ത വെസലിൽ 12 ജീവനക്കാരുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊല്ലം തുറമുഖത്ത് ഇപ്പോൾ ഒരു വെസൽ നങ്കൂരം വിട്ടിരിക്കുന്നത്. ഇത് സെയിന്റ് കിറ്റ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വെസലാണ്. അതായത് ഓഫ് ഷോർ സപ്ലൈ വെസൽ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടെയാണ് കൃത്യമായ എല്ലാ പേപ്പറുകളുടെയും സഹായത്തോടുകൂടെ അവരിവിടെ വന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം പോർട്ട് അധികൃതരെ ഇക്കാര്യം അറിയിക്കുകയും തുടർന്ന് അധികൃതർ വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഇന്നലെ സാക്കി വിഷൻ എന്ന് പറയുന്ന ഈ വെസലിന്റെ ഓണേഴ്സ് ഈ പാക്ക് ഷിപ്പിംഗ് വഴി ഞങ്ങളുടെ അടുത്ത് ഷെൽട്ടർ ചോദിച്ചു. അപ്പം റീസൺ പറഞ്ഞത് അവർ ഹോങ്കോങ്ങിൽ നിന്ന് അവർ സൗദി അറേബ്യയിലേക്ക് പോകുന്നു, ഒരു ഷെൽട്ടറിനാണ് ചോദിച്ചത്. ഞങ്ങൾ അതനുസരിച്ച് കസ്റ്റംസിനെയും IBAയും പിന്നെ എമിഗ്രേഷനെ അറിയിക്കാൻ പറഞ്ഞിട്ട് അവരുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഈ ഓഫ് ഷോർ സപ്പോർട്ട് വെസലിനെ ഇവിടെ ബർത്തിങ് അനുവദിച്ചേക്കാണ്. പുറത്തിറങ്ങാനോ അല്ലാതെ വിസിറ്റേഴ്സിനോ ഒന്നും അനുവാദമില്ല. വിസിറ്റേഴ്സിനകത്തും പറ്റത്തില്ല. അതുകൂടാതെ ക്രൂവിന് ജെട്ടിയിൽ പോലും ഇറങ്ങാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നില്ല. 12 ജീവനക്കാരാണ് ഈ വെസലിനകത്തുള്ളത്. ഇതിനെ പറയുന്നത് ഓഫ് ഷോർ സപ്ലൈ വെസൽ എന്നാണ്. അതായത് ഈ ഉൾക്കടലിൽ മറ്റു കാര്യങ്ങളുമായി നിൽക്കുന്ന കപ്പലുകൾക്ക് വേണ്ടുന്ന സഹായം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ദൗത്യം. ചൈനയിൽ നിർമ്മിച്ചതിന് ശേഷം ഹോങ്കോങ് വഴി സൗദി അറേബ്യയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സീ ഈഗിൾസിന്റെ എന്നാണ് ഇവരുടെ ഉടമസ്ഥരുടെ പേര്. സാക്കി വിഷൻ എന്ന് പറയുന്നതാണ് ഇത് ഇപ്പോൾ ഈ കപ്പലിന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രധാനമായും ഇപ്പോൾ കൊല്ലം തുറമുഖത്ത് നങ്കൂരമിടേണ്ടി വന്നത്. ചൈനയിൽ നിന്ന് സൗദി അറേബ്യയിലെ റാസ് തനൂർ തുറമുഖത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹോർമൂസ് സ്ട്രൈറ്റിലോട്ട് വെസലുകൾക്ക് പ്രവേശിക്കാൻ തടസ്സമുള്ളത് കൊണ്ടാണ് ഇത് നമ്മളായിട്ട് ബന്ധപ്പെടുകയും നമ്മൾ കൊല്ലം പോർട്ട് അധികൃതരായിട്ട് ബന്ധപ്പെട്ടു കസ്റ്റംസിന്റെ ഇമിഗ്രേഷന്റെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ കൊല്ലം പോർട്ടിൽ അടുപ്പിച്ചത്. എത്ര നാളത്തേക്ക് ഇത്തരത്തിൽ ഇതിവിടെ നങ്കൂരം ഇട്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും പോർട്ട് അധികൃതർ കൃത്യമായി നടപടി സ്വീകരിച്ചുകൊണ്ട് എമിഗ്രേഷന്റെയും കസ്റ്റംസിന്റെയും വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷം ഷിപ്പിംഗ് മന്ത്രാലയത്തെയും ആഭ്യന്തര മന്ത്രാലയത്തെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് അൻസമാനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.